ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനൊരു ട്രഡീഷണൽ ഡിഷായിട്ടാണ് വന്നത്. ഓരോ ലെയറായിട്ട് ഉണ്ടാക്കുന്ന ഡിഷാണ്. ഒരു മൈദ ലെയർ, പിന്നെ എഗ് ലെയർ, അങ്ങനെ ഓരോ ലെയറായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് കേക്ക് പോലെയാണ് ഉണ്ടാകുക. അതിന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അതെങ്ങനെ തയ്യാറാക്കണ്ടേ നമുക്ക് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. കാഷ്നട്ട്, കിസ്മിസ്, ഏലക്കായ, 4 eggs, 1/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് മിൽക്ക്. എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. 1 കപ്പ് മൈദയിലേക്ക് ആവശ്യമുള്ള സോൾട്ടും ഇട്ട്, പിന്നെ 1 കപ്പ് മിൽക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ല ലൂസിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. കട്ടിയാണെന്ന് തോന്നിയാൽ ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത ഈ ഡോവ് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് അടുത്തത് എഗ്ഗിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. നാല് മുട്ടയിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായി ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഒരല്പം ഏലക്കായ ഇട്ട് അങ്ങനെ നന്നായി മിക്സ് ചെയ്ത മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ അട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാൻ ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ ഗീ ഒഴിക്കുക. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ച കാഷ്നട്ട്, കിസ്മിസ് ഒന്ന് വറുത്ത് കോരാം. ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം ഇനി നമുക്ക് നെയ്യട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച അതേ പാനിൽ തന്നെയാണ് അട തയ്യാറാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലെയർ മൈദ മിക്സിൻ്റെ ലെയറും, സെക്കൻഡ് ലെയർ മുട്ടൻ്റെ മിക്സ് ലെയറും, പിന്നെ കാഷ്നട്ട്, പിന്നെ ഒരല്പം ഗീ. ഫസ്റ്റത്തെ ലെയർ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനൊന്ന് ചെറിയ തീയിൽ അടച്ചു വെക്കാം. ചെറിയ ഫ്ലെയിമിലായിരിക്കണം ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഒരു ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം ഗീ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ കാഷ്നട്ടും കിസ്മിസുമാണ്. അതിനുശേഷം മുട്ടൻ്റെ മിക്സും രണ്ടാമത്തെ ലെയറായി ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ അതും ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. മുട്ട മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും മൈദ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഒരൽപ്പം ഗീ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒരൽപ്പം കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ചു വെക്കാം. വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്. ഫസ്റ്റത്തെ ലെയറും ലാസ്റ്റ് ലെയറും മൈദ മിക്സ് തന്നെ ആയിരിക്കണം. അങ്ങനെ നമ്മുടെ നെയ്യട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.